വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അരിയുണ്ട റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ അരിയുണ്ട റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. കുത്തരി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 1 കപ്പ് കുത്തരി എടുത്തു. അത് നന്നായിട്ട് നമ്മൾ ഒരു 3-4 തവണ നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയ അരി കുറച്ച് നേരം നമ്മൾ വെള്ളം മാറാൻ വേണ്ടി വാലയ്ക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് ഈ ചീനച്ചട്ടി ചൂടായി കഴിയുമ്പം നമ്മൾ ആ അരി എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് നന്നായിട്ട് അരിയെല്ലാം നന്നായിട്ട് പൊട്ടണം. ആ ഒരു പരുവമാണ് കറക്റ്റ് വരുന്നത്. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഈ അരി ആറിക്കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മളിനി കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങയുണ്ട്. ആ തേങ്ങ നമ്മൾ ചിരകിയത് ഈ നെയ്ക്കകത്തിട്ട് ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വലിച്ചെടുക്കുന്നത് വരെ. ഒരുപാട് അതിട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ ആ വെള്ള കളർ തന്നെ നിൽക്കുന്നത് തന്നെ മതി. ജസ്റ്റ് അതിനകത്ത് വെള്ളം ഒന്ന് വലിഞ്ഞു പോകാൻ, അതിന് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് നന്നായിട്ടത് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കി നമ്മൾ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ വീണ്ടും അത് അടുപ്പേ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് അതിൽ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പിടി എള്ള്, അതായത് 2 സ്പൂണോളം എള്ള് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത എള്ളും കൂടെ നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന അരി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ജീരകം പൊടിച്ചതും കൂടെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരുന്ന അരിയും പിന്നെ നമ്മൾ നെയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത തേങ്ങയും ശർക്കരപ്പാനി നല്ലൊരു പരുവായി കഴിയുമ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടത് ഒരു നുള്ള് ഉപ്പാണ്. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് അതിലിടുന്നത്. എല്ലാം ഒന്ന് മിക്സായി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് കയ്യിൽ ഉരുട്ടാൻ ഒരു ചൂടിൻ്റെ പരുവത്തിനായി കഴിയുമ്പം നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി അതെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ബോളുകളാക്കി മാറ്റി എടുത്ത് വയ്ക്കുകയാണ്. ചെറിയ ചൂടോടെ തന്നെ വേണം. കുറച്ചങ്ങ് ശർക്കര ആയതുകൊണ്ട് അത് ചൂട് മാറിക്കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കട്ടയായിപ്പോവും. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഉരുളയാക്കി നല്ല അടിപൊളി നമ്മുടെ അരിയുണ്ട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും വീട്ടിലൊക്കെ അരിയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ചെറുതായിട്ട് ആ അരി എടുത്ത് ഒന്ന് കഴുകി വറുത്ത് പൊടിച്ച് കുറച്ച് ശർക്കരയും തേങ്ങയും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. പിന്നെ നമ്മളിതിൽ ചേർത്തത് എള്ളായിരുന്നു. എള്ളെന്ന് പറയുന്ന ഒരു പിടി എള്ളൊക്കെ എല്ലാ ദിവസവും കുറച്ച് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെക്ക് വളരെ നല്ലതാണ്. എള്ളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദ്രോഗത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ്.